ഇതിപ്പോൾ 2-3 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും അയത്തേട്ടനും നിലമ്പൂർ വരെ പോയതായിരുന്നു. ഞങ്ങൾക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾ ബഡ്ജറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറി മേടിക്കാനാണ് കയറിയത്. പിന്നെ അവിടെ കയറി അറിയാലോ, എന്തെങ്കിലും കണ്ണ് ഉടക്കാതെ ഇരിക്കില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ സോപ്പിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്കാക്കി വയ്ക്കാറുണ്ട് സോപ്പൊക്കെ. അപ്പോൾ അങ്ങനെ അത് നോക്കി. പിന്നെ നമ്മുടെ പച്ചക്കറി സെക്ഷനിലായിട്ട് വന്നു. മെയിനായിട്ട് നമ്മൾ പച്ചക്കറി മേടിക്കാനാണല്ലോ വന്നത്. അത് തന്നെയല്ല, ഇത്തവണ ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണം, വേഗം എടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഇത്തവണ ഇനി ഷോപ്പിക്ക് വീട്ടിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് കേട്ടോ വാങ്ങിക്കുക. ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുക. ഡെയിലി ഇങ്ങനെ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാനോ അങ്ങനെയൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മളിങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറാണ് പതിവ്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണ് പോകാറ്. അങ്ങനെ നമ്മളിതേ ബഡ്ജറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അയിത്തണ്ണം പറഞ്ഞു വിടണം, അത്രേ ഉള്ളൂ. വേറെ പണികളൊന്നുമില്ല. രാവിലെ അമ്മ പോയിട്ടുണ്ട് ഡ്യൂട്ടിക്ക്. അപ്പോൾ അമ്മ പോണതിന് മുന്നേ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് നന്നാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അമ്മ വിളിച്ച് പറയത് മീൻ മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഞാനത് ഇനി വെള്ളത്തിലിടുകയാണ് കേട്ടോ. കുറച്ച് ഒന്ന് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നേ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇഡ്ഡലിയും സാമ്പാറും. എനിക്ക് ദോശേനേക്കാളും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാറും. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അയത്താട്ടിനും പോകാൻ വേണ്ടി നിൽക്കുകയാണേ. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കറികളെല്ലാം ആയിട്ടുണ്ട്. ജസ്റ്റ് മീനൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. കറിയൊക്കെ ആയിട്ടുണ്ടല്ലോ, സാമ്പാറുണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഉച്ചത്തേനും. പിന്നെ മീൻ വെട്ടണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ കുഞ്ഞു മത്തിയായതുകൊണ്ടേ നല്ല നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു വെട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മീൻ അങ്ങനെ അവിടെ കിടന്ന് സെറ്റ് ആകുമ്പോഴത്തേനും കൊണ്ടുവന്ന പച്ചക്കറി എല്ലാം ഞാൻ ഈ ഫ്രിഡ്ജിനകത്തേക്ക് ആക്കി വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കഴുകിയെടുത്ത് ബോക്സിനകത്തൊക്കെ ആക്കി സെക്ഷനൊക്കെ തിരിച്ച് ഇനി എടുത്ത് ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അപ്പം ഈ പ്രാവശ്യം ഞാൻ പച്ചക്കറി മേടിച്ച കൂട്ടത്തിൽ കറിവേപ്പിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ കറിവേപ്പില വാങ്ങിക്കാറില്ല പുറത്തുനിന്ന്. കാരണം നമുക്കിവിടെ കറിവേപ്പില മരം ഉണ്ട്, വലിയൊരു മരം ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ടേ നമ്മുടെ മരം കേട് വരുന്നുണ്ട്. ഇലകളൊന്നും നല്ലതല്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ കുറേ ടിപ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം എല്ലാം അങ്ങനെ കറിവേപ്പിൻ മരത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചാൽ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഞാൻ ഒഴിച്ചിട്ടൊന്നും എൻ്റെ റെഡി ആവുള്ള. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ആണോ എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെ നമ്മുടെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു വശമൊക്കെ റെഡിയായി. ഞാൻ അങ്ങനെ മറിച്ചിടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിനകത്തേക്ക് ഞാൻ അടുക്കി പറക്കി വയ്ക്കുകയാണ്. അങ്ങനെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ.